ഉപതെക്കണം പെങ്ങള്, ഹറാമിൽ നിന്നൊഴിയണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, മക്കളെ പിഴപ്പിച്ച് കളയരുത്. വാപ്പയോട് പറയുകയാണ്, നിന്റെ മകന് കഞ്ചാവ് അടിക്കാറില്ല, കള്ള് കുടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവര്, ആ കള്ളിന് ലഹരിയുള്ളതുപോലെ ഒരു ലഹരി സമ്പത്തിനുണ്ട്. എത്ര കിട്ടിയാലും മതി വരുന്നില്ല, വാരി കൂട്ടുകയാണ്. പടച്ചവനെ, 99 രൂപയുള്ളവന് 100 വേണം, 999 ഉള്ളവന് 1000 വേണം. പടച്ചവനെ, എത്ര കിട്ടിയാലും മതി വരാതെ പിന്നെയും പിന്നെയും വാരി കൂട്ടുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിക്കകത്ത് കൈയിട്ട് വാരുന്ന എത്രയോ സമ്പന്നന്മാരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, തികയുന്നില്ലല്ലോ. കോടാനുകോടി ആസ്തിയുള്ളവനും പിന്നെയും സമ്പാദിക്കുകയാ, മതിയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായൊരു കാര്യം പറയുകയാണ്, ഉപദേശിക്കണേ വാപ്പാ. പൊന്നുമക്കള് ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നത് സ്നേഹമല്ല, ദ്രോഹമാ. നിന്റെ മക്കളോട് ചെയ്യുന്ന ദ്രോഹമാ. എന്നാ നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും വിളിച്ചിരുത്തിയിട്ട് നീ ഉപദേശിക്കാറുണ്ടോ? നീ ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കണം വാപ്പാ. പെങ്ങളെ, മക്കളെ ഉപദേശിക്കണേ. ഏതുപോലെ എന്നറിയുമോ? മഹാനായ അബൂദറിൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, പടച്ചവനെ, നാട് കടത്തപ്പെട്ട സ്വഹാബിയാ. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ നാട് കടത്തുകയാണ്. ആരാരുമില്ലാതെ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വീട് വെച്ചിട്ട് ജീവിക്കുന്ന സ്വഹാബിയാ. അയൽവാസിയില്ല, ആൾതാമസമില്ല, ഒരാളുമില്ല. ആ സ്വഹാബിയും തന്റെ ഭാര്യയും മക്കളും കൂടെ ജീവിക്കുകയാണ്. അല്ലാഹുവേ, അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. അബൂദർ നിങ്ങളുടെ മരണമെടുക്കുകയാ. ഒരു വാപ്പയെന്ന് പറഞ്ഞാൽ ആരായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാ. ഒരു പിതാവെന്ന് പറഞ്ഞാൽ മക്കളെ ഉപദേശിക്കേണ്ടത് എങ്ങനാണെന്നൊരു ഉദാഹരണം പറഞ്ഞു തരാ. അബൂദർ തങ്ങൾ മരിക്കാ പോവുകയാണ്. പടച്ചവനെ, തന്റെ പെൺമക്കളെ വിളിക്കുകയാണ്. 3 പെൺമക്കളാണ് അബൂദർ തങ്ങൾക്കുള്ളത്. 3 പെൺമക്കളെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാന വെറുക്കല്ലേ, ഉപ്പാന വെറുക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി വാപ്പ ഒന്നും കരുതി വെച്ചിട്ടില്ല. സമ്പത്ത് മുഴുവനും വാപ്പ കണ്ടുകുടിച്ച് തീർത്തതല്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തതാണ്. വാപ്പ ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല. വെക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാപ്പ പാവങ്ങൾക്ക് കൊടുത്തതാ. മക്കള്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്, നിങ്ങളുടെ വാപ്പ പാവപ്പെട്ടവനാണ്. എന്നെ നിങ്ങൾ വെറുക്കരുത്. തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു, മക്കളെ, അല്ലാഹു നിങ്ങളെ കൈവിടൂല.